നമസ്കാരം. എല്ലാവർക്കും മീഡിയ വണ്ണിന്റെ സൗദി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ജനുവരി 3-ാം തീയതി പുലർച്ചെ സമയം 2:30. ഒരു ശുഭവാർത്തയുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇതുപ്രകാരം ഇന്ന് ഞായറാഴ്ച രാവിലെ 11 മുതൽ സൗദിയുടെ എല്ലാ അതിർത്തികളും തുറക്കുകയാണ്. പ്രത്യേകിച്ച് വിമാനങ്ങൾക്ക് സൗദിയിലേക്ക് ഇന്ന് രാവിലെ 11 മുതൽ പ്രവേശിക്കാം. ഇതിനു പുറമെ സൗദിയിലേക്ക് കരമാർഗം, പ്രത്യേകിച്ച് ദുബൈയിലേക്ക് കുടുങ്ങി നിൽക്കുന്ന ആളുകൾ നേരത്തെ കരമാർഗമായിരുന്നു സൗദിയിലേക്ക് പ്രവേശിക്കുന്നത്. പ്രത്യേകിച്ച് ബഹ്റൈനിലൊക്കെയുള്ള ആളുകൾ, ഇവർക്ക് കരമാർഗവും സൗദിയിലേക്ക് പ്രവേശിക്കാം. മൂന്നാമത്തേത് കപ്പൽ മാർഗം, ജലമാർഗവും സൗദിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള എല്ലാ വിലക്കുകളും ഇപ്പോൾ നീക്കിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ, അതായത് 2021 ജനുവരി 3-ാം തീയതി രാവിലെ 11 മുതൽ തന്നെ ഈ അതിർത്തികൾ തുറക്കപ്പെടും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളിൽ ആരെങ്കിലും ജനിതകമാറ്റം സംഭവിച്ച കോവിഡ് സ്ഥിരീകരിച്ച രാജ്യത്തു നിന്ന് വരുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന 2 പ്രധാനപ്പെട്ട മേഖലകൾ, ഒന്ന് UK ആണ്, രണ്ടാമത്തേത് ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. ഈ മേഖലയിൽ നിന്ന് വരുന്നവർ, ഒപ്പം തന്നെ സൗദി ആരോഗ്യ മന്ത്രാലയം ചില രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്, അത് പുറത്തുവിട്ടിട്ടില്ല. ആ പട്ടികയിൽ, അതായത് ജനിതകമാറ്റം സംഭവിച്ച കോവിഡ് സ്ഥിരീകരിച്ച രാജ്യങ്ങളുടെ പട്ടിക ആരോഗ്യ മന്ത്രാലയം തയ്യാറാക്കിയിട്ടുണ്ട്. ആ രാജ്യങ്ങളിൽ നിന്നവർക്കും സൗദിയിലേക്ക് വരാം. പക്ഷെ അതിന് നിബന്ധനയുണ്ട്. 14 ദിവസത്തെ ക്വാറന്റൈൻ ഇവർ പൂർത്തിയാക്കണം. ആദ്യത്തെ ദിവസം ക്വാറന്റൈൻ ആരംഭിച്ച് ആദ്യത്തെ 48 മണിക്കൂറിൽ തന്നെ ഒന്നാമത്തെ ടെസ്റ്റ് നടത്തി, PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണ് എന്ന് സ്ഥിരീകരിക്കണം. ഇതിനുശേഷം 13 ദിവസം കഴിഞ്ഞ ശേഷം 13ാമത്തെ ദിവസം വീണ്ടും PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണ് സ്ഥിരീകരിക്കണം. ഇത്തരത്തിലായിരിക്കും ഇവർക്ക് സൗദിയിൽ പ്രവേശനം അനുവദിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഇത്തരത്തിൽ ജനിതകമാറ്റം സംഭവിച്ച കോവിഡ് കണ്ടെത്താത്ത മറ്റെല്ലാ രാജ്യങ്ങൾക്കും തന്നെ സൗദിയിലേക്ക് നേരത്തെ ഉള്ളതുപോലെ തന്നെ മടങ്ങിയെത്താം. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട നിബന്ധന നിലവിലുള്ള നിബന്ധന തന്നെയാണ്. അതായത് 7 ദിവസമാണ് സൗദിയിൽ ഒരു പ്രവാസി അല്ലെങ്കിൽ ഒരു വിദേശി എത്തിയ ശേഷം ക്വാറന്റൈൻ പൂർത്തിയാക്കേണ്ടത്. അല്ലെങ്കിൽ 3 ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കുകയും 3ാമത്തെ ദിവസം കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണ് എന്ന് സ്ഥിരീകരിച്ചാൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങുകയും ചെയ്യാം. പക്ഷേ ഇനി ഇതിൽ സ്ഥിരീകരിക്കാൻ 2 കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസ് സംബന്ധിച്ചാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. അത് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും. കാരണം ഇന്ത്യ നിലവിൽ സൗദിയുടെ യാത്രാ വിലക്ക് പട്ടികയിലുണ്ട്. ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് കൃത്യമായി മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവ്, ബോർഡർ തുറന്നു എന്ന് പറയുന്നത് 2 ആഴ്ച മുമ്പ് ഏർപ്പെടുത്തിയ വിലക്കാണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നത്. അതായത് അതിന് മുമ്പ് ഉണ്ടായിരുന്ന വിലക്കുകൾ അതേപടി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സൗദിയുടെ ബാൻ ലിസ്റ്റിൽ നിലനിൽക്കുന്നതിനാൽ അത് നീക്കിയോ എന്നുള്ള കാര്യം ഇപ്പോൾ ഈ മണിക്കൂറിൽ വ്യക്തമല്ല. എന്തായിരുന്നാലും ഒരു ശുഭവാർത്ത വരും മണിക്കൂറുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലെ വിവരം പ്രകാരം ഇന്ന് രാവിലെ 11 മുതൽ സൗദിയുടെ അതിർത്തികൾ തുറക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ സൗദിയിലേക്ക് വരാൻ വേണ്ടി പുറപ്പെട്ട് 14 ദിവസം മറ്റും ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ആളുകൾക്ക് സൗദിയിലേക്ക് വരുന്നതിന് വിലക്കുണ്ടാകില്ല. അവർക്ക് സൗദിയിലേക്ക് പ്രവേശിക്കാം. അവർ ആകെ പൂർത്തിയാക്കേണ്ടത് നിലവിലുള്ള 7 ദിവസത്തെ ക്വാറന്റൈനോ അല്ലെങ്കിൽ 3 ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കി പിന്നീട് ഒരു PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണെന്ന് തെളിയിച്ചാൽ അവർക്ക് സൗദിയിൽ നിന്നും പുറത്തിറങ്ങുകയും ചെയ്യാം. ഇതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റു വിവരങ്ങൾ മീഡിയ വണ്ണിന്റെ സൗദി പേജ് വഴിയോ അല്ലെങ്കിൽ മീഡിയ വണ്ണിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയോ മീഡിയ വണ്ണിന്റെ മെയിൻ FB പേജ് വഴിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.